എല്ലാവർക്കും PSC ടോക്സിലേക്ക് സ്വാഗതം. ഇന്ന് പുതിയ SCRTയുടെ 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ആണ് എടുക്കുന്നത്. 5ാമത്തെ ചാപ്റ്റർ നമ്മുടെ ഭൂമി. നമ്മുടെ ഭൂമിയുടെ ഘടനയെക്കുറിച്ചും അതുപോലെ അന്തരീക്ഷ പാളികളെക്കുറിച്ചും ഒക്കെയുള്ളൊരു ചാപ്റ്ററാണിത്. നമുക്ക് തുടങ്ങാം. അപ്പോൾ ആദ്യമായിട്ട് ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് അനുഭവപ്പെടുന്ന ഏകദേശ താപനില എത്രയാണെന്നാണ് പറയുന്നത്. 5500 ഡിഗ്രി സെൽഷ്യസ് ആണ് ആ ഒരു താപനില. ഭൂമിയിൽ ആഴം കൂടുന്നതിനനുസരിച്ച് താപവും മർദ്ദവും കൂടുന്നു. മുകളിലത്തെ പാളികൾ ചെലുത്തുന്ന ഭാരമാണ് മർദ്ദ വ്യതിയാനത്തിന് കാരണം. അപ്പം ഭൂമിയെ വിവിധ പാളികളായിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്. ഭൂമിയുടെ ഘടന നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഭൂമിക്ക് ആഴം കൂടുന്നതിനനുസരിച്ച് താപവും കൂടും, മർദ്ദവും കൂടും. അപ്പോൾ ആ മുകളിലത്തെ പാളികൾ ചെലുത്തുന്ന ഭാരമാണ് മർദ്ദ വ്യത്യാസത്തിന് കാരണമായിട്ടുള്ളത്. ഭൂമിയിലെ ഏറ്റവും ആഴമുള്ള ഖനിയുടെ ഏകദേശ താഴ്ച എത്രയാണ്? 12 കിലോമീറ്റർ ആണ്. അപ്പം മനുഷ്യർ ഇന്ന് വരെ കുഴിച്ചിട്ടുള്ള ഖനികളിൽ ഏറ്റവും ആഴമുള്ള ഖനിയിൽ 12 കിലോമീറ്റർ താഴ്ചയാണുള്ളത്. ഭൗമോപരിതലത്തിൽ നിന്നും ഭൂകേന്ദ്രം വരെ ഏകദേശം എത്ര ദൂരമുണ്ട്? 6371 കിലോമീറ്റർ. അപ്പോൾ നമ്മൾ ശാസ്ത്രജ്ഞന്മാർ കണക്ക് കൂട്ടിയ ഒരു വാല്യൂ ആണ് 6371 കിലോമീറ്റർ എന്നത്. ഭൂകേന്ദ്രത്തിൽ നിന്ന് ഭൗമോപരിതലത്തിലേക്കുള്ള ദൂരം. ഭൂമിയുടെ ഉള്ളറകളെക്കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ ഭൂമിയുടെ ഉപരിതലത്തിൽ എത്തിച്ചേർന്ന വസ്തുക്കളുടെ പരിശോധന. അപ്പോൾ അത് ഏറ്റവും ഉള്ളറകളിൽ നിന്ന് വരുന്ന വസ്തുക്കളായിരിക്കും. അവയിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ടെന്ന് നമുക്ക് ശാസ്ത്രീയമായിട്ട് കണ്ടെത്താം. പിന്നെ നമ്മൾ ഖനികളിൽ നിന്ന് ശേഖരിക്കുന്ന വിവരങ്ങൾ. ഭൂകമ്പ സമയത്തുണ്ടാകുന്ന തരംഗങ്ങളുടെ ചലനത്തിൻ്റെ വിശകലനം. അപ്പോൾ ഈ 3 സ്രോതസ്സുകളിലൂടെയാണ് പ്രധാനമായിട്ട് ഭൂമിയുടെ ഘടനയെക്കുറിച്ച് ശാസ്ത്രജ്ഞന്മാർക്ക് കിട്ടുന്ന വിവരങ്ങൾ. ഇനി ഭൂമിയുടെ ഘടന. ഭൂമി നമുക്ക് 4 പാളികളായിട്ട് തിരിക്കാം. അതിൽ ഏറ്റവും പുറമേ ഉള്ള പാളിയാണ് ഭൂവൽക്കം. അതിൻ്റെ താഴെയുള്ളതാണ് മാൻഡിൽ, പിന്നീടുള്ളത് പുറക്കാമ്പ്, പിന്നെ അകക്കാമ്പ്. അപ്പോൾ വിശദമായിട്ട് നമ്മുടെ പാളികളെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. ഭൂവൽക്കത്തിന് ക്രസ്റ്റ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. പിന്നെ മാൻഡിൽ, പുറക്കാമ്പാണെങ്കിൽ ഔട്ടർ കോർ, അകക്കാമ്പാണെങ്കിൽ ഇന്നർ കോർ. അപ്പോൾ ആദ്യമായിട്ട് ഏറ്റവും പുറമേയുള്ള പാളിയായ ഭൂവൽക്കത്തെക്കുറിച്ച് പഠിക്കാം. ഭൂമിയുടെ ഏറ്റവും പുറമേ ഉള്ളതും താരതമ്യേന നേർത്തതുമായ പാളിയാണ് ഭൂവൽക്കം. ഖരരൂപത്തിലുള്ള പാറകളാൽ നിർമ്മിതമായ പാളി ബാഹ്യ സിലിക്കേറ്റ് മണ്ഡലം എന്നറിയപ്പെടുന്നു. അപ്പോൾ വൺ വേർഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. ബാഹ്യ സിലിക്കേറ്റ് മണ്ഡലം എന്നറിയപ്പെടുന്ന പാളി ഏതാണ്? ഭൂവൽക്കമാണ്. ഭൂവൽക്കത്തിൻ്റെ 2 ഭാഗങ്ങൾ, വൻകര ഭൂവൽക്കവും സമുദ്ര ഭൂവൽക്കവും. അപ്പോൾ അത് തമ്മിൽ വേർതിരിക്കുന്ന വരമ്പാണ് ഇത്. കോൺറാഡ് വിച്ഛിന്നത എന്ന് പറഞ്ഞ് വൻകര ഭൂവൽക്കത്തിനെയും സമുദ്ര ഭൂവൽക്കത്തിനെയും വേർതിരിക്കുന്നതാണ് കോൺറാഡ് വിച്ഛിന്നത. വൻകര ഭൂവൽക്കത്തിനാണ് കനം കൂടുതൽ. സ്വാഭാവികമായിട്ടും നമ്മുടെ ശിലകളും ഒക്കെ ഉൾപ്പെടുന്നതുകൊണ്ട് തന്നെ വൻകര ഭൂവൽക്കത്തിനാണ് കനം കൂടുതൽ. ഏകദേശ ശരാശരി കനം എന്നത് 30 കിലോമീറ്റർ ആണ്. ഇത് പർവ്വത പ്രദേശത്തേക്ക് എത്തുമ്പോഴത്തേക്കും 70 കിലോമീറ്റർ ആയിട്ട് കൂടുന്നുണ്ട്. അടുത്തതായിട്ട് സമുദ്ര ഭൂവൽക്കത്തിൻ്റെ ശരാശരി കനം എത്രയാണ്? 5 കിലോമീറ്റർ ആണ്. അപ്പോൾ ഈ കനത്തിൻ്റെ അളവ് ചോദിക്കാറുണ്ട്. അപ്പോൾ അത് കിലോമീറ്ററിൽ പഠിച്ചു വെക്കണം. അടുത്തതായിട്ട് വൻകര ഭൂവൽക്കം സിയാൽ എന്ന് അറിയപ്പെടാൻ കാരണം. വൻകര ഭൂവൽക്കത്തിൻ്റെ മറ്റൊരു പേരാണ് സിയാൽ. അപ്പോൾ അതിൻ്റെ സ്പെല്ലിങ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ SIAL ആണ്. അപ്പോൾ സിലിക്ക വൻകരയിൽ കാണപ്പെടുന്ന, വൻകര ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന കൂടുതലുള്ള ഒരു മൂലകമാണ് സിലിക്ക. അപ്പോൾ സിലിക്കയുടെ SIയും അതുപോലെ അലുമിനിയയുടെ ALഉം ചേർന്ന് സിലിക്ക അലുമിന സിയാൽ എന്നാണ് ആ ഒരു വൻകര ഭൂവൽക്കം അറിയപ്പെടാൻ കാരണമായിട്ട് വരുന്നത്. അപ്പോൾ ആ ധാതുക്കളുടെ കൂടുതലായിട്ടുള്ള അളവാണ് അതിനെ സൂചിപ്പിക്കുന്നത്. അടുത്തതായിട്ട് സമുദ്ര ഭൂവൽക്കം നമ്മൾ സിമ എന്നാണ് അറിയപ്പെടുന്നത്. സിലിക്ക, മഗ്നീഷ്യം എന്നീ ധാതുക്കളും മുഖ്യമായും അടങ്ങിയിരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ വിശേഷിപ്പിക്കാൻ കാരണം. അപ്പോൾ സിമ എന്നറിയപ്പെടുന്ന പാളി ഏതാണ് ചോദിക്കാറുണ്ട്. സമുദ്ര ഭൂവൽക്കമാണ്. സിയാൽ എന്നറിയപ്പെടുന്നത് വൻകര ഭൂവൽക്കമാണ്. അത് നോട്ട് ചെയ്ത് വെക്കാം. അടുത്തതായിട്ട് മാൻഡിൽ, അടുത്ത പാളിയാണ് മാൻഡിൽ. ഭൂവൽക്കത്തിന് താഴെയുള്ള കനം കൂടിയ ഭാഗമാണ്. ഭൂവൽക്ക പാളിക്ക് താഴെ തുടങ്ങി 2900 കിലോമീറ്റർ വരെ വ്യാപിച്ചിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ആ അളവ് 2900 കിലോമീറ്റർ വരെയാണ് ഭൂവൽക്ക പാളിയിൽ നിന്നും മാൻഡിൽ ഒക്യുപ്പൈ ചെയ്യുന്നതെന്ന് പഠിച്ചു വെക്കുക. ഭൂമിയുടെ പിണ്ഡത്തിൽ ഏറ്റവും കൂടുതലുള്ള ഭാഗമാണ് ഈ മാൻഡിൽ. അപ്പോൾ മാക്സിമം ഭാഗം മാൻഡിലാണെന്ന് ഓർത്ത് വെക്കുക. മാക്സിമം മാൻഡിൽ. ഭൂവൽക്കവും മാൻഡിലിൻ്റെ ഉപരിഭാഗവും ചേർന്നുള്ള ഭാഗമാണ് ശിലാമണ്ഡലം, അതായത് ലിത്തോസ്ഫിയർ.
അപ്പോൾ ലിത്തോസ്ഫിയർ എന്ന ആ ഒരു നമ്മൾ ശിലാമണ്ഡലം, ജൈവമണ്ഡലം അങ്ങനെയൊക്കെ പറയാറില്ലേ. അപ്പോൾ ശിലാമണ്ഡലം എന്നാൽ ഭൂവൽക്കവും മാൻഡിലിൻ്റെ ഉപരിഭാഗവും ചേർന്ന ഭാഗമാണ്. ലിത്തോസ്ഫിയർ എന്നാണ് മറ്റൊരു പേര്. ശിലാമണ്ഡലത്തിൻ്റെ മറ്റൊരു പേര് ചോദിക്കാറുണ്ട്, ലിത്തോസ്ഫിയർ. ശിലാമണ്ഡലത്തിന് താഴെ ശിലാപദാർത്ഥങ്ങൾ ഉരുകി മാഗ്മ അർദ്ധദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗമാണ് അസ്തനോസ്ഫിയർ. അസ്തനോസ്ഫിയറും PSCക്ക് ഇഷ്ടപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. അസ്തനോസ്ഫിയറിൻ്റെ ഡെഫിനിഷൻ പഠിച്ചു വെക്കുക. അസ്തനോസ്ഫിയറിന് താഴെയുള്ള ഭാഗത്തിൻ്റെ അവസ്ഥ ഖരമാണ്. അപ്പോൾ അസ്തനോസ്ഫിയറിൻ്റെ മേൽഭാഗം അർദ്ധദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്നു. അസ്തനോസ്ഫിയറിൻ്റെ താഴെയുള്ള ഭാഗം ഖരാവസ്ഥയിൽ കാണപ്പെടുന്നു. മാൻഡിലിൻ്റെ രണ്ട് ഭാഗങ്ങളാണ് ഉപരി മാൻഡിലും അധോ മാൻഡിലും. അപ്പർ മാൻഡിൽ ആൻഡ് ലോവർ മാൻഡിൽ. ഇതിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന വിച്ഛിന്നത ഏതാണ്? റെപ്പറ്റീവ് വിച്ഛിന്നതയാണ്. സിലിക്കൺ സംയുക്തങ്ങളാൽ നിർമ്മിതമായ ഉപരിമാൻഡിൽ ഖരാവസ്ഥയിലാണ് കാണപ്പെടുന്നത്. ഉപരിമാൻഡിലിന് താഴെയുള്ള അധോമാൻഡിൽ പദാർത്ഥങ്ങൾ കാണപ്പെടുന്നത് അർദ്ധദ്രാവകാവസ്ഥയിലാണ്. അപ്പോൾ ഉപരിമാൻഡിലാണ് സിലിക്കൺ സംയുക്തങ്ങൾ കൂടുതലുള്ളത്, അത് ഖരാവസ്ഥയിലാണ്. എന്നാൽ താഴെയുള്ള അധോമാൻഡിൽ അർദ്ധദ്രാവകാവസ്ഥയിലാണ്. അടുത്ത പാളിയിലേക്ക് പോകാം. കാമ്പ്. മാൻഡിലിൻ്റെ താഴെയുള്ള പാളിയാണ്, ഭൂമിയുടെ കേന്ദ്രഭാഗമാണ് കാമ്പ്. മാൻഡിലിൻ്റെ താഴെ തുടങ്ങി 2900 കിലോമീറ്റർ മുതൽ 6371 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്നു. അടുത്തതായിട്ട് കാമ്പിനെ നമ്മൾ പിന്നെ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്, പുറക്കാമ്പ്, അകക്കാമ്പ്. അതിനെ നമ്മൾ ബന്ധിപ്പിക്കുന്ന വിച്ഛിന്നത ഏതാണ്? ലേമാൻ വിച്ഛിന്നതയാണ്. അപ്പോൾ വിച്ഛിന്നത എപ്പോഴും ചോദിക്കാറുണ്ട്, ചേരുംപടി ചേർക്കാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ചോദിക്കാറുള്ളത്. അതിർവരമ്പാണ് പുറക്കാമ്പിൻ്റെ, അകക്കാമ്പിൻ്റെ അതിർവരമ്പാണ് ലേമാൻ. പുറക്കാമ്പ് ദ്രാവകാവസ്ഥയിലും അകക്കാമ്പ് ഖരാവസ്ഥയിലും കാണപ്പെടുന്നു. അപ്പോൾ ഭൂമിയുടെ ഏറ്റവും അകഭാഗം ഖരാവസ്ഥയിലാണ്. കാമ്പ് മുഖ്യമായും നിക്കൽ, ഇരുമ്പ് എന്നീ ലോഹങ്ങളാൽ രൂപം കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതിനെ നിഫെ എന്ന് വിളിക്കാറുണ്ട്. കാമ്പിൻ്റെ മറ്റൊരു പേരാണ് നിഫെ. അടുത്തതായിട്ട് അന്തരീക്ഷം. അന്തരീക്ഷത്തിൽ എന്തൊക്കെയാണുള്ളത്? അന്തരീക്ഷ പാളികളെക്കുറിച്ചാണ് ഇനി പഠിക്കാനുള്ളത്. ചുട്ടുപഴുത്ത അവസ്ഥയിലായിരുന്ന ഭൂമി കോടാനുകോടി വർഷങ്ങൾ കൊണ്ട് സാവധാനം തണുക്കുകയും ഭൂമിയുടെ ഉള്ളിലുണ്ടായിരുന്ന വാതകങ്ങൾ പുറത്തേക്ക് വരികയും ചെയ്തതിൻ്റെ ഫലമായി ഭൂമിക്ക് ചുറ്റും വായുവിൻ്റെ ആവരണം ഉണ്ടായി. എങ്ങനെയാണ് ഭൂമിക്ക് ചുറ്റും ഒരു വായുവിൻ്റെ ആവരണം ഉണ്ടായതെന്നാണ് അവിടെ പറഞ്ഞത്. അപ്പോൾ ആദ്യം ചുട്ടുപഴുത്ത ഭൂമിയായിരുന്നു, പിന്നീട് അത് തണുക്കുകയും ഭൂമിയുടെ ഉള്ളിലുണ്ടായിരുന്ന വാതകങ്ങൾ സാവധാനം പുറത്തേക്ക് വരികയും ചെയ്തു. അങ്ങനെ വർഷങ്ങളെടുത്തുള്ള ഒരു പ്രോസസ്സായിരുന്നു അത്. അങ്ങനെ ഭൂമിക്ക് ചുറ്റും വായുവിൻ്റെ ഒരു ആവരണമുണ്ടായി. അങ്ങനെ ആ ആവരണം ചെയ്യുന്ന വാതക പുതപ്പാണ് അന്തരീക്ഷം. ഭൗമോപരിതലത്തിൽ നിന്നും ഏകദേശം അന്തരീക്ഷത്തിൻ്റെ സാന്നിധ്യമുള്ളത് എത്ര കിലോമീറ്റർ വരെയാണ്? 10,000 കിലോമീറ്റർ വരെയാണ്. ഭൗമോപരിതലത്തിൽ നിന്നും അന്തരീക്ഷ വായുവിൻ്റെ 97% സ്ഥിതി ചെയ്യുന്നത് ഏകദേശം 29 കിലോമീറ്റർ ഉയരം വരെ. അപ്പോൾ അത്രയും ഉയരം വരെ മാത്രമേ 97% അന്തരീക്ഷമുള്ളൂ. ഉയരം കൂടുന്തോറും അന്തരീക്ഷ വാതകങ്ങളുടെ അളവ് കുറഞ്ഞു വരുന്നു. ഭൂമിയിൽ ജീവൻ നിലനിർത്തുന്നതിന് മുഖ്യ പങ്ക് വഹിക്കുന്ന വാതകങ്ങളാണ് ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഒരു സന്തുലന അവസ്ഥയിലാണ് നമ്മുടെ ഭൂമി ഇത്രയും നന്നായിട്ട് ജീവൻ നിലനിന്ന് പോകുന്നത്. അന്തരീക്ഷത്തിൽ ഓക്സിജൻ വർദ്ധിക്കുന്നതിന് കാരണമാകുന്ന പ്രതിഭാസമാണ് പ്രകാശ സംശ്ലേഷണം. എന്തുകൊണ്ടാണ്? സസ്യങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ് ആഗിരണം ചെയ്യുന്നു, ഓക്സിജനെ പുറത്തുവിടുന്നു. നമ്മൾ അത് ശ്വസിക്കുന്നു, നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടുന്നു. അപ്പോൾ അങ്ങനെ നമ്മളും മനുഷ്യനും അതുപോലെ മറ്റ് ജീവജാലങ്ങളും പിന്നെ സസ്യങ്ങളും പ്ലവകങ്ങളും തമ്മിലുള്ള ഒരു സന്തുലനാവസ്ഥയിലൂടെയാണ് നമ്മുടെ ഭൂമി ഇങ്ങനെ ഒരു ജീവൻ നിലനിൽക്കുന്ന ഗ്രഹമായിട്ട് സന്തുലിതമായിട്ട് പോകുന്നത്. അന്തരീക്ഷ സംരചനയിലെ ഘടകങ്ങൾ എന്തൊക്കെയാണ്? അന്തരീക്ഷത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഘടകങ്ങൾ: വാതകങ്ങൾ, ജലതന്മാത്രകൾ, പൊടിപടലങ്ങൾ. അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏതാണ്? നൈട്രജനാണ്. എത്ര ശതമാനമാണ്? 78%. ഈ 78% ചോദിക്കാറുണ്ട്. അതുപോലെ അടുത്തതായിട്ട് കൂടുതലുള്ള രണ്ടാമത്തെ വാതകമാണ് ഓക്സിജൻ. അത് 21%. 20.9 എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ 21 ഒന്നെങ്കിൽ 20.9 പഠിച്ചു വെക്കുക, അല്ലെങ്കിൽ 21% നോട്ട് ചെയ്ത് വെക്കുക. നൈട്രജനും ഓക്സിജനും കൂടി ആകെ അന്തരീക്ഷ സംരചനയിൽ അടങ്ങിയിരിക്കുന്നത് 99%. അപ്പോൾ ബാക്കിയുള്ള വാതകങ്ങളൊക്കെ അത്രയും കുറവ്, 1% ബാക്കിയുള്ള വാതകങ്ങളെല്ലാം കൂടി ഉൾപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ നൈട്രജനും ഓക്സിജനുമാണ് മാക്സിമം ഭാഗവും ഉള്ളത്.
അന്തരീക്ഷത്തിൽ 1% അടങ്ങിയിരിക്കുന്ന മറ്റ് വാതകങ്ങൾ: ആർഗൺ, കാർബൺ ഡൈ ഓക്സൈഡ്, നിയോൺ, ഹീലിയം, ക്രിപ്റ്റോൺ, സെനോൺ, ഹൈഡ്രജൻ. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള സംയുക്തമാണ് കാർബൺ ഡൈ ഓക്സൈഡ്, 0.037. അപ്പോൾ 0.037% ആണ്. 0.04 ഇപ്പം പുതിയതായിട്ട് ആൻസർ കീകളിൽ വരാറുണ്ട്, അപ്പോൾ ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള അലസവാതകമാണ് ആർഗൺ, അത് 0.93% ആണ്. അപ്പോൾ ഓക്സിജൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആർഗണിനെയാണ് പറയാൻ പറ്റുക, 0.93%. സൂര്യതാപമേറ്റ് ഭൗമോപരിതലത്തിൽ നിന്നും ജലം നീരാവിയായി അന്തരീക്ഷത്തിലെത്തുന്ന പ്രക്രിയയാണ് ബാഷ്പീകരണം അഥവാ ഇവാപ്രേഷൻ. അപ്പോൾ ഇവാപ്രേഷൻ എന്താണെന്ന് നമുക്കറിയാം. സൂര്യതാപം ഏറ്റുകൊണ്ട് ഭൗമോപരിതലത്തിലെ ജലം നീരാവിയായിട്ട് അന്തരീക്ഷത്തിലേക്ക് പോകുന്നു. ഭൗമോപരിതലത്തിൽ നിന്നും ഏകദേശം ജലബാഷ്പത്തിൻ്റെ സാന്നിധ്യം കാണപ്പെടുന്നത് എത്ര കിലോമീറ്റർ വരെയാണ്? 90 കിലോമീറ്റർ വരെയാണ്. ഭൂമധ്യരേഖാ പ്രദേശത്ത് നിന്ന് ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും അന്തരീക്ഷത്തിലെ ജലബാഷ്പത്തിൻ്റെ അളവ് കുറഞ്ഞു വരുന്നു. കാരണം എന്താണ്? ചൂടുള്ള സ്ഥലത്തായിരിക്കും ആർദ്രത കൂടുതൽ. ചൂട് കൂടുതൽ എവിടെയാണ്? ഭൂമധ്യരേഖ പ്രദേശത്താണ്. ഭൗമോപരിതലത്തിനോട് ചേർന്നുള്ള അന്തരീക്ഷ ഭാഗങ്ങളിലാണ് പൊടിപടലങ്ങൾ കാണപ്പെടുന്നത്. അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ ചുറ്റി അന്തരീക്ഷ നീരാവി ഘനീഭവിച്ചാണ് മേഘങ്ങൾ രൂപപ്പെടുന്നത്. അപ്പോൾ മേഘങ്ങൾ രൂപപ്പെടാൻ നേർത്ത പൊടിപടലങ്ങളാണ് ആവശ്യമായിട്ടുള്ളത്. അങ്ങനെ അതിനെ പറയുന്ന പേരാണ് ഘനീകരണ മർമ്മങ്ങൾ, ഹൈഗ്രോസ്കോപ്പിക് ന്യൂക്ലിയൈ. അപ്പോൾ ഘനീകരണ മർമ്മങ്ങളാണ് മേഘരൂപീകരണത്തിൻ്റെ അടിസ്ഥാനം. അന്തരീക്ഷത്തിൽ പൊടിപടലങ്ങൾ എത്തുന്ന മാർഗ്ഗങ്ങൾ എങ്ങനെയൊക്കെയാണ്? കാറ്റിലൂടെ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുന്നു, അഗ്നിപർവ്വതങ്ങളിലൂടെ പുറത്തു വരുന്നു, ഉൽക്കകൾ കത്തുന്നതിലൂടെ ഉണ്ടാകുന്ന ചാരം. അപ്പോൾ ഇതിൽ നിന്നൊക്കെയാണ് പൊടിപടലങ്ങൾ അന്തരീക്ഷത്തിൽ എത്തുന്നത്. ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് അന്തരീക്ഷത്തിൻ്റെ സംഭാവനകൾ എന്തൊക്കെയാണ്? കാലാവസ്ഥാ പ്രതിഭാസങ്ങൾ ഉണ്ടാകുന്നു, അതായത് മഴ, മഞ്ഞ്, കാറ്റ്, വെയിൽ, അതൊക്കെ നമ്മുടെ നിലനിൽപ്പിന്, കാലാവസ്ഥാ വ്യതിയാനമൊക്കെ നമ്മുടെ നിലനിൽപ്പിനും അതുപോലെ ഉപകാരപ്രദവും ആകാം, ദോഷവുമാകാം. പക്ഷേ ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് ഇതൊക്കെ അത്യന്താപേക്ഷിതമാണ്. ഹാനികരങ്ങളായ സൂര്യരശ്മികളിൽ നിന്ന് സംരക്ഷിക്കുന്നു. അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്ന് നമ്മളെ സംരക്ഷിച്ച് വയ്ക്കുന്നു. റേഡിയേഷൻസ് ഒക്കെ കുറയ്ക്കുന്നു. അതൊക്കെ അന്തരീക്ഷ പാളികളാണ് ചെയ്യുന്നത്. അന്തരീക്ഷ വായുവിൻ്റെ സംരചനയ്ക്ക് മാറ്റം വരുത്തുന്ന രീതിയിൽ പുകയും വിഷവാതകങ്ങളും മറ്റ് രാസപദാർത്ഥങ്ങളും വായുവിൽ കലരുന്ന പ്രതിഭാസമാണ് അന്തരീക്ഷ മലിനീകരണം. അന്തരീക്ഷത്തിനുണ്ടാകുന്ന മലിനീകരണമാണ് അന്തരീക്ഷ മലിനീകരണം. അന്തരീക്ഷ മലിനീകരണത്തിന് കാരണമാകുന്ന പ്രവർത്തനങ്ങൾ: പ്ലാസ്റ്റിക് പോലുള്ള ഖരമാലിന്യങ്ങൾ കത്തിക്കുന്നത്, അഗ്നിപർവ്വത സ്ഫോടനത്തിലൂടെ വിഷവാതകങ്ങൾ പുറത്തു വരുന്നത്, വെടിമരുന്നുകളുടെ ഉപയോഗം, ഫാക്ടറികളിൽ നിന്നും വാഹനങ്ങളിൽ നിന്നും പുറത്തു വരുന്ന പുക. അന്തരീക്ഷത്തിലെത്തുന്ന കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, സൾഫർ ഡയോക്സൈഡ് തുടങ്ങിയവ മഴവെള്ളത്തോടൊപ്പം കലർന്ന് വെള്ളത്തിന് ആസിഡ് സ്വഭാവം വരികയും ഭൂമിയിലേക്ക് പതിക്കുകയും ചെയ്യുന്ന പ്രതിഭാസമാണ് അമ്ലമഴ അഥവാ ആസിഡ് റെയിൻ. അപ്പോൾ അമ്ലമഴയിലുള്ള വാതകങ്ങൾ ഏതൊക്കെയാണ്? കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, സൾഫർ ഡയോക്സൈഡ്. അപ്പോൾ ഈ 3 വാതകങ്ങളും മഴവെള്ളത്തോടൊപ്പം കലർന്നുകൊണ്ട് വെള്ളത്തിലേക്ക് ചേർന്ന് മഴയുടെ രൂപത്തിൽ ഒന്നിച്ചു വരുന്നു. അങ്ങനെയാണ് അമ്ലമഴ ഉണ്ടാകുന്നത്. അന്തരീക്ഷത്തിൽ സൾഫർ ഡയോക്സൈഡിൻ്റെയും നൈട്രജൻ ഓക്സൈഡിൻ്റെയും പ്രവർത്തന ഫലമായാണ് അമ്ലമഴ ഉണ്ടാകുന്നത്. അപ്പോൾ അമ്ലമഴയ്ക്ക് കാരണമാകുന്ന വാതകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് സൾഫർ ഡയോക്സൈഡും നൈട്രജൻ ഓക്സൈഡുമാണ് എഴുതേണ്ടത്. അമ്ലമഴയായി കണക്കാക്കപ്പെടുന്ന മഴവെള്ളത്തിൻ്റെ pH 5-ൽ കുറവ്. അമ്ലമഴയുടെ pH ഇതിനു മുമ്പ് ചോദിച്ചിട്ടുണ്ട്. 5-ൽ കുറവാണ് അതിൻ്റെ pH. ശുദ്ധവെള്ളത്തിൻ്റെ pH മൂല്യം എത്രയാണ്? 7 ആണ്. അപ്പോൾ 7 ആണ്. 0 മുതൽ 14 വരെയാണ് pH സ്കെയിലിൻ്റെ വാല്യൂ. അപ്പോൾ നടുക്ക് വരുന്ന 7 ആണ് ശുദ്ധജലത്തിൻ്റെ pH. അപ്പോൾ അമ്ലമഴയുടെ ചോദിച്ചു കഴിഞ്ഞാൽ 5-ൽ കുറവാണ്. പുകയും മൂടൽമഞ്ഞും സംയോജിച്ചുണ്ടാകുന്നതാണ് പുകമഞ്ഞ് അഥവാ സ്മോഗ്. സ്മോക്ക് പ്ലസ് ഫോഗ് ഈക്വൽ ടു സ്മോഗ്. ആ ഒരു സ്മോഗ് ചോദിക്കാറുണ്ട്. സ്മോഗ് എന്താണെന്ന്. പുകയും മൂടൽമഞ്ഞും ചേർന്നതാണ് സ്മോഗ്. വ്യവസായശാലകൾ, വാഹനങ്ങൾ, നിർമ്മാണ പ്രവർത്തനങ്ങൾ, കാർഷിക അവശിഷ്ടങ്ങളുടെ കത്തികൾ തുടങ്ങിയവയിൽ നിന്നും പുറന്തള്ളുന്ന പുകയും പൊടിപടലങ്ങളുമാണ് പുകമഞ്ഞിന് കാരണം. അപ്പോൾ വ്യവസായശാലകളൊക്കെയുള്ള നഗരങ്ങളിൽ ഇത് കൂടുതലായിട്ടും കാണപ്പെടുന്നു. കേരളത്തിൽ സ്മോഗ് ഉണ്ടാകുന്ന പട്ടണം ആലുവ, എറണാകുളത്തെ ആലുവയാണ്. ആ ഒരു പോയിന്റ് നോട്ട് ചെയ്ത് വെക്കുക. വായു മലിനീകരണം മൂലം വർദ്ധിക്കുന്ന രോഗങ്ങളാണ് പക്ഷാഘാതം, ഹൃദ്രോഗം, ശ്വാസകോശ രോഗങ്ങൾ. അപ്പോൾ ഇതൊക്കെ ജീവിതശൈലി രോഗങ്ങളാണ്.
വായു മലിനീകരണവും ഇതിലൊരു കാരണമാണ്. അന്തരീക്ഷ മലിനീകരണം ഒഴിവാക്കുന്നതിനുള്ള മാർഗ്ഗങ്ങൾ: മരങ്ങൾ വെച്ചുപിടിപ്പിക്കുക. മരങ്ങൾ വെച്ചുപിടിപ്പിക്കുമ്പോൾ പൊടിപടലങ്ങളായാലും അതുപോലെ ശബ്ദമായാലും പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ്, മെയിനായിട്ടും കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുക്കുന്നു. സോളാർ പാനലുകൾ സ്ഥാപിക്കുക. മറ്റ് ഇന്ധനങ്ങൾ കുറയ്ക്കുക. സോളാർ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുക. ഇലക്ട്രിക് വാഹനങ്ങൾ പ്രോത്സാഹിപ്പിക്കുക. ദൈർഘ്യം കുറഞ്ഞ യാത്രകൾക്ക് സൈക്കിൾ ഓർ കാൽനടയാത്ര തിരഞ്ഞെടുക്കുക. നമ്മൾ സൈക്കിളിലോ കാൽനടയാത്രയോ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള നമ്മുടെ ബസ് സർവീസ് അങ്ങനെയുള്ള പൊതുഗതാഗത മാർഗ്ഗങ്ങൾ ഉപയോഗിക്കുക. ഇതൊക്കെയാണ് അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കാനുള്ള മാർഗ്ഗങ്ങൾ. അടുത്തതായിട്ട് നമുക്ക് അന്തരീക്ഷ ഘടനയെക്കുറിച്ച് പഠിക്കാം. അന്തരീക്ഷത്തെ ലംബതലത്തിൽ പ്രധാനമായും രണ്ടായി തിരിച്ചിരിക്കുന്നു. ഏതൊക്കെയാണ്? ഹോമോസ്ഫിയറും ഹെറ്ററോസ്ഫിയറും. അപ്പോൾ രണ്ട് ഭാഗങ്ങളായിട്ട് ലംബതലത്തിലാണ് അങ്ങനെയൊരു വേർതിരിവ് പറയുന്നത്. ഭൗമോപരിതലത്തിൽ നിന്നും ഏകദേശം 90 കിലോമീറ്റർ വരെ ഉയരം വാതക സംരചനയിൽ ഐക്യരൂപമുള്ള അന്തരീക്ഷ ഭാഗമാണ് ഹോമോസ്ഫിയർ. അപ്പം 90 കിലോമീറ്റർ വരെ ഐക്യരൂപമുള്ളതാണ് ഹോമോസ്ഫിയർ. ഹോമോ എന്ന് പറഞ്ഞാൽ ഒന്നായത്, ഒരുപോലെ ഉള്ളതെന്നാണ് മീനിങ്. ഹോമോസ്ഫിയറിന് മുകളിലായി വാതകങ്ങൾ മിശ്രിത രൂപത്തിൽ കാണപ്പെടുന്ന അന്തരീക്ഷ ഭാഗമാണ് ഹെറ്ററോസ്ഫിയർ. അപ്പോൾ ഹോമോസ്ഫിയർ വരെ ഏതാണ്ട് ഒരേ അളവിലൊക്കെയാണ് വാതകങ്ങൾ കാണപ്പെടുന്നത്. പക്ഷേ മിശ്രിത രൂപത്തിൽ വാതകങ്ങൾ കാണപ്പെടുന്ന സ്ഥലമാണ് ഹെറ്ററോസ്ഫിയർ. ഇത് ഹോമോസ്ഫിയറിന് മുകളിലായാണ് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ ഒരു വേർതിരിവ് നമുക്ക് അങ്ങനെ തരംതിരിക്കാം. ഇനി അടുത്തതായിട്ട് താപവ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്തരീക്ഷത്തെ നമുക്ക് 5ആയിട്ട് വേർതിരിക്കാം. അതാണ് ഇനി പറയാൻ പോകുന്നത്. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ. അപ്പോൾ ഈ 5 പാളികൾ ഇമ്പോർട്ടൻ്റ് ആണ്. ട്രോപ്പോസ്ഫിയർ ആണ് ആദ്യത്തെ പാളി. ഭൂമിയുടെ പ്രതലത്തോട് ഏറ്റവും അടുത്തുള്ള അന്തരീക്ഷ പാളിയാണ് ട്രോപ്പോസ്ഫിയർ. അന്തരീക്ഷത്തിൻ്റെ ഏറ്റവും താഴെയുള്ള പാളിയാണിത്. പൊടിപടലങ്ങളും ജലബാഷ്പവും ഏറ്റവും കൂടുതലുള്ള അന്തരീക്ഷ പാളി. മേഘരൂപീകരണം, മഴ, മഞ്ഞ്, കാറ്റ്, ഇടിമിന്നൽ തുടങ്ങിയ അന്തരീക്ഷ പ്രതിഭാസങ്ങൾ സംഭവിക്കുന്ന പാളിയാണ് ട്രോപ്പോസ്ഫിയർ. അവിടെ ഒരു ഡയഗ്രം കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഭൂമിയാണ് ഏറ്റവും താഴെയായിട്ടുള്ളത്. അതിന് തൊട്ട് മുകളിൽ ട്രോപ്പോസ്ഫിയർ, പിന്നെ സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ. യാത്രാ വിമാനങ്ങൾ സഞ്ചരിക്കുന്ന അന്തരീക്ഷ പാളിയാണ് ഇത് ട്രോപ്പോസ്ഫിയർ. ഭൗമോപരിതലത്തിൽ നിന്ന് ട്രോപ്പോസ്ഫിയറിൻ്റെ ശരാശരി ഉയരം 13 കിലോമീറ്റർ ആണ്. ഈ ഒരു പ്രസ്താവന ചോദിക്കാറുണ്ട്. ഭൗമോപരിതലത്തിൽ നിന്ന് ട്രോപ്പോസ്ഫിയറിൻ്റെ ശരാശരി ഉയരം 13 കിലോമീറ്റർ. ഇത് ഭൂമധ്യരേഖാപ്രദേശത്തും ധ്രുവപ്രദേശത്തും ചെറുതായിട്ട് വേരി ചെയ്യുന്നുണ്ട്. ഭൂമധ്യരേഖാപ്രദേശത്ത് കുറച്ച് കൂടുതൽ അളവിൽ 18 കിലോമീറ്റർ ആയും ധ്രുവപ്രദേശത്ത് കുറഞ്ഞ അളവിൽ 8 കിലോമീറ്റർ ആയിട്ടും ഇത് കാണപ്പെടുന്നു. അപ്പോൾ ഈ 3 അളവുകളൊന്ന് പഠിക്കേണ്ടതാണ്. ഭൂമധ്യരേഖാപ്രദേശത്ത് ചൂട് കൂടുതലായതിനാൽ വായു ചൂട് പിടിച്ച് ഉയരങ്ങളിലേക്ക് വ്യാപിക്കുന്നതിനാലാണ് ധ്രുവപ്രദേശത്തെ അപേക്ഷിച്ച് ട്രോപ്പോസ്ഫിയറിൻ്റെ ഉയരം ഭൂമധ്യരേഖാപ്രദേശത്ത് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ ആ ഒരു താപവ്യതിയാനത്തിൻ്റെ ഫലമായിട്ട് വായു ചൂട് പിടിച്ച് ഉയരങ്ങളിലേക്ക് വ്യാപിക്കുന്നു. എവിടെ? ഭൂമധ്യരേഖ പ്രദേശത്ത്. അതുകൊണ്ടാണ് ട്രോപ്പോസ്ഫിയറിൻ്റെ ഉയരം ഭൂമധ്യരേഖാ പ്രദേശത്ത് കൂടുതലായിട്ടുള്ളത്. അടുത്തതായിട്ട് ട്രോപ്പോസ്ഫിയറിൽ ഓരോ 165 മീറ്റർ ഉയരത്തിലും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ അന്തരീക്ഷ താപനില കുറയുന്ന ഒരു പ്രതിഭാസമുണ്ട്. അതിന് പറയുന്നത് ക്രമമായ താപനഷ്ട നിരക്ക്, നോർമൽ ലാപ്സ് റേറ്റ് എന്നാണ്. ഈ ഒരു സംഭവം, ഈ ഒരു പ്രതിഭാസം എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. 165 മീറ്റർ ഉയരത്തിന് 1 ഡിഗ്രി സെൽഷ്യസ് കുറയുന്നു. അതിന് പറയുന്ന പേര് ക്രമമായ താപനഷ്ട നിരക്ക്. അത് ട്രോപ്പോസ്ഫിയറിൽ കാണുന്ന ഒരു പ്രതിഭാസമാണ്. ട്രോപ്പോസ്ഫിയറിൽ ഉയരം കൂടുന്തോറും താപം കുറയുന്നതിനാലാണ് ഊട്ടി, മൂന്നാർ, കൊടൈക്കനാൽ തുടങ്ങിയ ഉയർന്ന പ്രദേശങ്ങളിൽ തണുപ്പ് അനുഭവപ്പെടുന്നത്. അപ്പോൾ ഉയർന്ന പ്രദേശങ്ങളിൽ തണുപ്പ് അനുഭവപ്പെടാൻ കാരണം ഉയരം കൂടുന്തോറും താപം കുറയുന്നു. ട്രോപ്പോസ്ഫിയറിന് മുകളിലുള്ള സംക്രമണ മേഖലയാണ് ട്രോപ്പോപാസ്. ട്രോപ്പോപാസിലൂടെയുള്ള വായുപ്രവാഹം ജെറ്റ് പ്രവാഹമെന്ന് അറിയപ്പെടുന്നു. അപ്പോൾ ഓരോ ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ അങ്ങനെ വരുമ്പോൾ ഓരോ പാളിയുടെയും സംക്രമണ മേഖല നമ്മൾ ട്രോപ്പോപോസ് എന്ന പദം കൊണ്ട് സൂചിപ്പിക്കാറുണ്ട്. അതാണ് അവിടെ ട്രോപ്പോപോസ് എന്ന് വന്നത്. അടുത്ത പാളി സ്ട്രാറ്റോസ്ഫിയർ. ട്രോപ്പോസ്ഫിയറിന് തൊട്ട് മുകളിലുള്ള അന്തരീക്ഷ പാളിയാണിത്. ട്രോപ്പോപാസിൽ തുടങ്ങി ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം 50 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്നു.
ജെറ്റ് വിമാനങ്ങൾ സഞ്ചരിക്കുന്ന അന്തരീക്ഷ പാളി. സ്ട്രാറ്റോസ്ഫിയറിൽ ഒരു നിശ്ചിത ഉയരം കഴിയുമ്പോൾ താപം വർദ്ധിക്കുന്നു. അപ്പോൾ 165 മീറ്ററിന് 1 ഡിഗ്രി എന്ന കണക്കൊന്നും സ്ട്രാറ്റോസ്ഫിയറിലില്ല. സ്ട്രാറ്റോസ്ഫിയറിൽ ഒരു നിശ്ചിത ഉയരം കഴിയുമ്പോൾ താപം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. സ്ട്രാറ്റോസ്ഫിയറിൻ്റെ താഴ്ന്ന വിതാനങ്ങളിൽ ഉയരം കൂടുന്നതിനനുസരിച്ച് താപനിലയിൽ മാറ്റം വരുന്നില്ല. ഈ മേഖല സമതാപ മേഖല എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ സമതാപ മേഖല എവിടെയാണ് കാണപ്പെടുന്നത്? സ്ട്രാറ്റോസ്ഫിയറിൻ്റെ താഴ്ന്ന വിതാനങ്ങളിലാണ്. അടുത്തതായിട്ട് ഓസോൺ ദിനം. ഓസോൺ പാളി കാണുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഓസോൺ ദിനം അവിടെ ഒരു ഫാക്റ്റായിട്ട് പറയുകയാണ്. സെപ്റ്റംബർ 16-നാണ് ഓസോൺ ദിനം. 1988 ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി യോഗത്തിലാണ് ഓസോൺ പാളി സംരക്ഷണ ദിനം പ്രഖ്യാപിച്ചത്. 1994 മുതൽ ആചരിച്ചു വരുന്നു. അപ്പോൾ ഏത് വർഷമാണെന്ന് നോട്ട് ചെയ്ത് നോക്കുക. 1988 തീരുമാനിച്ചു. 1994 മുതൽ ആചരിച്ചു വരുന്നു. അൾട്രാവയലറ്റ് കിരണങ്ങളെ ആഗിരണം ചെയ്ത് ഭൂമിയിലെത്താതെ സംരക്ഷിക്കുന്ന സ്ട്രാറ്റോസ്ഫിയറിലെ പാളിയാണ് ഓസോൺ പാളി. ഓസോൺ പാളിയുടെ ധർമ്മം UV റേസിനെ തടയുക എന്നതാണ്. അൾട്രാവയലറ്റ് കിരണങ്ങൾ സൃഷ്ടിക്കുന്ന ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആഹാര ശൃംഖലയുടെ തകർച്ച, കൃഷിനാശം, സസ്യവളർച്ച മുരടിക്കുന്നു, അകാല വാർദ്ധക്യം, അന്ധത, തിമിരം, ത്വക്കിലുണ്ടാകുന്ന ക്യാൻസർ. അത് നമ്മുടെ മനുഷ്യരെ മാത്രമല്ല, മൊത്തം നമ്മുടെ ചുറ്റുമുള്ള ജീവിജാലങ്ങളുടെയൊക്കെ വംശനാശവും അതുപോലെ അവരുടെയൊക്കെ തകർച്ചയ്ക്ക് ഇത് കാരണമാകും. ഓസോൺ ശോഷണത്തിന് കാരണമാകുന്ന വാതകങ്ങൾ ഏതൊക്കെയാണ്? ക്ലോറോ ഫ്ലൂറോ കാർബൺ, ഹാലോൺ, കാർബൺ മോണോക്സൈഡ്. ഇത്രയും വാതകങ്ങളാണ് ഓസോൺ ശോഷണത്തിന് കാരണമാകുന്നത്. അപ്പോൾ നമ്മുടെ ഫാക്ടറികളിൽ നിന്നും അതുപോലെ നമ്മുടെ പല പ്രവൃത്തികളിൽ നിന്നുമൊക്കെ ഈ വിഷവാതകങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഓസോൺ പാളിയുടെ നാശത്തിന് കാരണമാവുകയും നമ്മുടെ UV റേസ് ഇങ്ങോട്ട് കൂടുതൽ വരാൻ തുടങ്ങുകയും ഭൂമി നശിക്കാൻ കാരണമാവുകയും ചെയ്യുന്നു. അതാണ് ഓസോൺ പാളിയെ സംരക്ഷിക്കണം എന്ന് നമ്മൾ പറയാൻ കാരണം. ഓസോൺ ശോഷണത്തിന് കാരണമാകുന്ന ഉൽപ്പന്നങ്ങളെ ഘട്ടം ഘട്ടമായി നിരോധിക്കുന്ന അന്താരാഷ്ട്ര ഉടമ്പടിയാണ് മോൺട്രിയൽ പ്രോട്ടോക്കോൾ. മോൺട്രിയൽ പ്രോട്ടോക്കോൾ ചോദിക്കാറുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. 1987 വിയന്നയിൽ വെച്ച് നടന്ന ഉച്ചകോടിയുടെ ഭാഗമായാണ് മോൺട്രിയൽ പ്രോട്ടോക്കോൾ അംഗീകരിച്ചത്. അപ്പോൾ 1987 വിയന്ന കോൺഫറൻസ് ഓർത്തു വയ്ക്കുക. സ്ട്രാറ്റോസ്ഫിയറിന് മുകളിലുള്ള സംക്രമണ മേഖലയാണ് സ്ട്രാറ്റോപാസ്. അടുത്തതായിട്ട് മീസോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയറിന് മുകളിൽ ഏകദേശം 50 കിലോമീറ്റർ മുതൽ 80 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്ന അന്തരീക്ഷ പാളിയാണിത്. ഉയരം കൂടുന്തോറും താപം കുറഞ്ഞു വരുന്ന അന്തരീക്ഷ പാളിയാണ് മീസോസ്ഫിയർ. ഉൽക്കകൾ കത്തിച്ചാരമാകുന്ന അന്തരീക്ഷ പാളി. ഉൽക്കകൾ മിസ്സാകുന്ന അന്തരീക്ഷ പാളി എന്ന് ഓർത്ത് വെക്കുക. ഉൽക്കകൾ മിസ്സാകുന്നു മീസോസ്ഫിയറിൽ വെച്ച്. മീസോസ്ഫിയറിൽ പ്രവേശിക്കുന്ന ഉൽക്കകൾ കത്തിച്ചാരമാകാൻ കാരണം ഘർഷണമാണ്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഘർഷണം കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. മീസോസ്ഫിയറിൽ കാണപ്പെടുന്ന ഭൂമിയിലെ ഏറ്റവും ഉയരത്തിലുള്ള മേഘങ്ങളാണ് നൊക്ടിലൂസൻ്റ് മേഘങ്ങൾ. നിശാദീപങ്ങൾ എന്ന് അറിയപ്പെടുന്നു. ഇപ്പോൾ നൊക്ടിലൂസൻ്റ് മേഘങ്ങളാണ് ഭൂമിയിൽ ഏറ്റവും ഉയരത്തിലുള്ള മേഘങ്ങൾ. അത് മീസോസ്ഫിയറിലാണ് കാണപ്പെടുന്നത്. അന്തരീക്ഷത്തിലെ ഏറ്റവും കുറഞ്ഞ താപനില അനുഭവപ്പെടുന്ന പാളിയാണിത്. ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം 80 കിലോമീറ്റർ ഉയരത്തിലെ താപനില -100 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ ഏറ്റവും ഉയരത്തിലാണ് 50 മുതൽ 80 വരെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു മാക്സിമം ഉയരത്തിൽ -100 ഡിഗ്രി സെൽഷ്യസ് ആണ്. എന്നാൽ മീസോസ്ഫിയറിലെ ശരാശരി താപനില നമ്മൾ പറയുമ്പോൾ -85 ഡിഗ്രി സെൽഷ്യസ് ആണ് പറയേണ്ടത്. അന്തരീക്ഷത്തിലെ ഏറ്റവും കുറഞ്ഞ താപനില അനുഭവപ്പെടുന്ന ഭാഗമാണ് മീസോപാസ്. അതായത് അതിൻ്റെ അതിർവരമ്പ്. മീസോസ്ഫിയറിൻ്റെ അതിർവരമ്പാണ് മീസോപാസ്. അത് -80 ഡിഗ്രി മുതൽ -100 ഡിഗ്രി വരെ ആണ് അതിൻ്റെ ഒരു താപനില. അപ്പോൾ അവിടെയാണ് ഏറ്റവും കുറഞ്ഞ താപനില ഉള്ളത്. മീസോസ്ഫിയറിന് മുകളിലുള്ള സംക്രമണ മേഖലയാണ് മീസോപാസ്. അടുത്തതായിട്ട് തെർമോസ്ഫിയർ. ഏറ്റവും ലാസ്റ്റത്തെ ലെയറാണ് തെർമോസ്ഫിയർ. മീസോസ്ഫിയറിന് മുകളിൽ ഏകദേശം 80 മുതൽ 400 കിലോമീറ്റർ വരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷപാളി. തെർമോസ്ഫിയറിന് ഉയരം കൂടുന്തോറും താപനില കൂടുകയാണ് ചെയ്യുന്നത്. മീസോസ്ഫിയറിൽ കുറവായിരുന്നു, തെർമോസ്ഫിയറിൽ കൂടിയാണ് വരുന്നത്. ഏറ്റവും താപനില കൂടിയ അന്തരീക്ഷ പാളിയാണിത്. ഗുരുത്വാകർഷണം ഏറ്റവും കുറഞ്ഞ അന്തരീക്ഷ പാളി. ഈ ഒരു പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഗുരുത്വാകർഷണം കുറഞ്ഞ അന്തരീക്ഷ പാളിയാണ് തെർമോസ്ഫിയർ. ധ്രുവപ്രദേശങ്ങളിൽ കാണപ്പെടുന്ന അറോറ കാഴ്ചകളുടെ ഉറവിടമാണ് തെർമോസ്ഫിയർ. അറോറ അറിയാമല്ലേ നമുക്ക്? കുറേ ലൈറ്റായിട്ട് ധ്രുവപ്രദേശങ്ങളാണ് കൂടുതലായിട്ട് കാണപ്പെടുക. ഫിൻലൻഡ്, നോർവേ പോലുള്ള രാജ്യങ്ങളിൽ കാണാൻ പറ്റും. അന്തരീക്ഷത്തിൽ ആകാശത്ത് ഇങ്ങനെ ലൈറ്റ് ഇങ്ങനെ ഡാൻസ് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നുന്നതാണ് അറോറ. അപ്പോൾ അതിൻ്റെ
ഉറവിടം ഏതാണ്? തെർമോസ്ഫിയർ ആണ്. തെർമോസ്ഫിയറിൻ്റെ താഴ്ന്ന ഭാഗമാണ് അയണോസ്ഫിയർ. അയണോസ്ഫിയറിൻ്റെ കുറച്ച് പ്രത്യേകതകൾ നമുക്ക് നോക്കാം. അന്തരീക്ഷത്തിൻ്റെ ഏകദേശം 80 മുതൽ 400 കിലോമീറ്റർ ഉയരത്തിൽ വാതക തന്മാത്രകളെ അൾട്രാവയലറ്റ്, എക്സ്റേ തുടങ്ങിയ രശ്മികൾ അയോണുകളാക്കി മാറ്റുന്ന പ്രതിഭാസമാണ് അയോണീകരണം. അപ്പോൾ അങ്ങനെ ഒരു അയോണീകരണം എന്ന ഒരു പ്രതിഭാസമുണ്ട്. അതിന് നമ്മൾ നമ്മുടെ ചില ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. എന്താണ്? വാർത്താവിനിമയ കൃത്രിമ ഉപഗ്രഹങ്ങൾ വെക്കാറുണ്ട്. നമ്മൾ അയോൺസിൻ്റെ ആ ഒരു എനർജി ഉപയോഗിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അയോണുകൾ വൈദ്യുതിയെ കടത്തിവിടുന്നുണ്ട്. റേഡിയോ തരംഗങ്ങൾ വൈദ്യുത കാന്തിക തരംഗങ്ങളായതിനാൽ റേഡിയോ തരംഗങ്ങളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാക്കുന്ന അന്തരീക്ഷ പാളിയാണ് ഇത്. അപ്പം അയണോസ്ഫിയറിൻ്റെ പ്രത്യേകതകൾ ഓർത്ത് വെക്കാം. അടുത്തതായിട്ട് എക്സോസ്ഫിയർ. അന്തരീക്ഷത്തിലെ ഏറ്റവും മുകളിലുള്ള പാളിയാണ് എക്സോസ്ഫിയർ. അപ്പോൾ നേരത്തെ നമ്മൾ തെർമോസ്ഫിയർ എന്നറിയാതെ പറഞ്ഞുപോയി. എക്സോസ്ഫിയർ ആണ് ഏറ്റവും മുകളിലത്തെ പാളി. തെർമോസ്ഫിയറിന് മുകളിലായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അയണോസ്ഫിയറിന് പ്രത്യേകിച്ചൊരു പേരൊന്നും കൊടുത്തിട്ടില്ല. 5 പാളികൾ മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. അയണോസ്ഫിയർ തെർമോസ്ഫിയറിൻ്റെ മുകളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു പാളിയാണെന്ന് മാത്രമേ പറയുന്നുള്ളൂ. തെർമോസ്ഫിയറിന് മുകളിലായിട്ട് സ്ഥിതി ചെയ്യുന്നതാണ് എക്സോസ്ഫിയർ. 400 കിലോമീറ്ററിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി. വായു തന്മാത്രകളുടെ സാന്നിധ്യം ക്രമേണ കുറഞ്ഞ് ബഹിരാകാശത്തിലേക്ക് ലയിക്കുന്ന അന്തരീക്ഷ പാളിയാണ് ഇത്. അപ്പോൾ വായു തന്മാത്രകളുടെ സാന്നിധ്യം ഒട്ടും തന്നെ ഇല്ല. അത് ബഹിരാകാശത്തിലേക്ക് ലയിക്കുന്നതിനേക്ക് നയിക്കുന്ന ഒരു പാളിയാണ് എക്സോസ്ഫിയർ. അടുത്തതായിട്ട് അയണോസ്ഫിയറിൻ്റെ വിവിധ പാളികൾ. അയണോസ്ഫിയറിന് ഒരു 4 ലെയർ ഉണ്ട്. ആ 4 ലെയറുകൾ പുതിയതായിട്ട് SCERTയിൽ ചേർത്താണ്. അതുകൊണ്ട് ഈ 4 ലെയർ ഇമ്പോർട്ടൻ്റ് ആണ്. അയണോസ്ഫിയറിൻ്റെ വിവിധ പാളികൾ. താഴ്ന്ന ആവൃത്തിയിലുള്ള റേഡിയോ തരംഗങ്ങളുടെ സിഗ്നലുകളെ പ്രതിഫലിപ്പിക്കുകയും ഇടത്തരം ഉയർന്ന ആവൃത്തിയിലുള്ളവയെ ആഗിരണം ചെയ്യുകയും ചെയ്യുന്ന പാളിയാണ് ഡി ലെയർ. അപ്പോൾ ഡി ലെയറാണ് താഴ്ന്ന ആവൃത്തിയിലുള്ള റേഡിയോ തരംഗങ്ങളുടെ സിഗ്നലുകളെ പ്രതിഫലിപ്പിക്കുന്നു. അതുപോലെ ഇടത്തരം ഉയർന്ന ആവൃത്തിയിലുള്ള സിഗ്നലുകളെ ആഗിരണം ചെയ്യുന്നു. അടുത്തതായിട്ട് ഇടത്തരം ഉയർന്ന ആവൃത്തിയിലുള്ള റേഡിയോ തരംഗങ്ങളെ ഭൂമിയിലേക്ക് പ്രതിഫലിപ്പിക്കുന്നു. ആ പാളിയാണ് ഇ ലെയർ. അപ്പോൾ DEFG ഈ 4 ലെയറാണുള്ളത്. അപ്പോൾ ആദ്യം പറഞ്ഞത് ഡി ലെയറാണ്. അതിന് താഴ്ന്ന ആവൃത്തിയിലുള്ള റേഡിയോ തരംഗങ്ങളാണ് പ്രധാനം. ഈ ലെയറിനാണെങ്കിൽ ഇടത്തരം ഉയർന്ന ആവൃത്തിയിലുള്ള റേഡിയോ തരംഗങ്ങളാണ്. അത് ഭൂമിയിലേക്ക് പ്രതിഫലിപ്പിക്കുന്നു. അടുത്ത സെക്ഷൻ വരുന്നത് ഉയർന്ന ആവൃത്തിയിലുള്ള റേഡിയോ തരംഗങ്ങൾ. അത് എഫ് ലെയറിലാണ് വരുന്നത്. എഫ് ലെയറിൻ്റെ മറ്റൊരു പേരാണ് അപ്ലീറ്റൺ ലെയർ. എഫ് ലെയർ അറിയപ്പെടുന്ന മറ്റൊരു പേര് അപ്ലീറ്റൺ ലെയർ എന്നാണ്. ഇനി എല്ലാ റേഡിയോ തരംഗങ്ങളും അപവർത്തനം സംഭവിക്കുന്ന അയണോസ്ഫിയറിൻ്റെ പുറം പാളിയാണ് ജി ലെയർ. അപ്പോൾ ആദ്യത്തെ 3 ലെയറിൽ ആവൃത്തിക്കൊരു റെസ്ട്രിക്ഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ 4ാമത്തെ ലെയർ ജി ലെയറിന് അങ്ങനെയൊന്നുമില്ല. എല്ലാ റേഡിയോ തരംഗങ്ങൾക്കും അപവർത്തനം സംഭവിക്കുന്നു. അത് അയണോസ്ഫിയറിൻ്റെ ഏറ്റവും പുറം പാളിയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞപ്പം തെർമോസ്ഫിയറിൻ്റെ താഴ്ന്ന ഭാഗമാണ് അയണോസ്ഫിയർ. ഉയർന്ന ഭാഗം എന്നാണ് നേരത്തെ പറഞ്ഞു പോയത്. തെർമോസ്ഫിയറിൻ്റെ താഴ്ന്ന ഭാഗമാണ് അയണോസ്ഫിയർ. അപ്പോൾ അതൊരു പാളിയായിട്ട് കാണുന്നില്ല, പക്ഷേ പാളിയായിട്ട് കൂട്ടുന്നില്ല. നമ്മൾ 4 പാളികളായിട്ടൊക്കെ തിരിക്കുന്നുണ്ട്. അയോണുകളുടെ ആവൃത്തിയിലെ വ്യത്യാസങ്ങളനുസരിച്ച് ആഗിരണം ചെയ്യുന്നു ഇവ. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ. ഭൂമിയുടെ ഘടനയാണെങ്കിലും അന്തരീക്ഷത്തിൻ്റെ ഘടനയാണെങ്കിലും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഈ ഒരു ചാപ്റ്ററിലുണ്ട്. എപ്പോഴും പ്രിലിംസിനൊക്കെ ചോദിക്കാവുന്ന ചെറിയ 1 വേർഡ് ക്വസ്റ്റ്യൻസാണ് ഈ ഒരു ചാപ്റ്ററിൽ കൂടുതലായിട്ടുള്ളത്. അപ്പോൾ അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക്